ഹലോ നമസ്കാരമുണ്ട്. നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകണം എന്താ അറിയോ, ഒരു വെറൈറ്റി ആയിട്ട് ഒരു റൈസാണ് കേട്ടോ. നമ്മൾ ഈ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് താമസിക്കുമ്പോഴേ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ്. അപ്പം നമ്മൾ അതിന് എന്താ വേണ്ടത് വെച്ചാൽ കുറച്ച് പച്ചക്കറിയും ചിക്കൻ. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കനും വേവിച്ച് വയ്ക്കുക, കുറച്ച് റൈസും അതും കൂടെ വേവിച്ച് റെഡിയായി വന്ന ഇത് നമുക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെറുതായിട്ടൊന്ന് അരിയുക, എന്നിട്ട് നമ്മൾ പ്രഷർ കുക്കറിലിടുക. നമ്മൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ടേ വെള്ളവും കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറി വേണം. നമ്മൾ ആ കുറച്ച് കാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും പച്ചമുളകും നന്നായിട്ട് കുനുകുനുന്നനെ അരിയുക. പിന്നെ നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് നന്നായിട്ട് കുനുകുനുന്നനെ അരിയാം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ബസ്മതി റൈസാണ്. നമ്മൾ ആ ചിക്കൻ വേവിച്ചിട്ടില്ലേ, അതിൽ നിന്ന് ആ ചിക്കൻ മാറ്റിയിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ബസ്മതി റൈസ് ഇട്ടിട്ടേ ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടാ, നമ്മളെ ഉപ്പപ്പെടേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ആ ചിക്കൻ്റെ ഇട്ട ഉപ്പ് ഇല്ലേ, അത് ആ വെള്ളത്തിലുണ്ടാവും. നമ്മൾ നന്നായിട്ടൊന്ന് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളൊരു പാനിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കണേ, ബട്ടർ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എടുത്ത കാബേജും ക്യാപ്സിക്കവും നമ്മുടെ ക്യാരറ്റും പച്ചമുളകും സവാള എല്ലാം കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാബേജ് നമ്മൾ വയലറ്റ് കാബേജായിട്ട് വാങ്ങിച്ചിട്ട് അതങ്ങനെ അതാണല്ലോ ഫ്രൈ ചെയ്ത് റെഡിയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ചിക്കൻ വേവിച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റൈസ് ഇല്ലേ, വേവിച്ച് വെച്ച റൈസ് അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. നമ്മുടെ അടിപൊളി റൈസ് റെഡി ആയിട്ടോ. കണ്ടോ എന്ത് രസമാണ് കാണാൻ നോക്കി. നമുക്കിതിലേക്ക് കറികളൊന്നും വേണമെന്നില്ല കേട്ടോ. നമുക്ക് വെറുതെ കണ്ടോ, ചിക്കനുമായി, റൈസിന് റൈസുമായി, പച്ചക്കറിക്ക് പച്ചക്കറിയായി. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് പോലത്തെ അല്ലേ, എന്തായാലും ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഒരു വെറൈറ്റി റൈസാണ്, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ.